കൂട്ടുകാരെ, ഇറ്റ്സ് മീ സൈനിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉണ്ണിയപ്പ കച്ചവടം തുടങ്ങിയ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് നാളുകൾ വീടാന്തരം കയറി ഇറങ്ങി ഉണ്ണിയപ്പ കച്ചവടം ചെയ്തു. അതിനിടയിൽ എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഇനി വീട് കയറി ഇറങ്ങി ഉണ്ണിയപ്പ കച്ചവടത്തിനൊന്നും പോകണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലി നിർത്തി. എന്തിനാ വെറുതെ ഒരു പ്രശ്നത്തിന് പോകണേന്ന് വിചാരിച്ച് നമ്മളത് നിർത്തി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചാച്ചൻ്റെ സുഹൃത്തിൻ്റെ മകൻ അവിടെ ഒരു കട നടത്തുന്നുണ്ടായിരുന്നു, ചായക്കട. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കിപ്പം ജോലിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ, ഇവിടെ ഒരു ഹെൽപ്പറുടെ ആവശ്യമുണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരാം, എന്തായാലും ഒരു വരുമാനമാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. മറ്റൊന്നും നോക്കിയില്ല. അങ്ങനെ ഞാൻ ആ ജോലിക്ക് പോയി തുടങ്ങി. കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞ ഒരു സമയത്ത്, അതായത് ആ വർഷം 2017 ഒരു മാർച്ച് മാസത്തിൽ ഈ ഉണ്ണിയപ്പ കച്ചവടം നിർത്തിക്കോ എന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവ് എന്നെയും എൻ്റെ മക്കളെയും ഉപേക്ഷിച്ച് നാട് വിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഞങ്ങൾക്ക് വാടക കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരാളുടെ വരുമാനത്തിൽ നിന്ന് നടന്നു പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എന്തായിരുന്നാലും ഈ ഒരു ജോലിയിൽ പിടിച്ചു നിന്നുകൊണ്ട് ഞാനങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ആ മുതലാളി എന്ത് ചെയ്തു, ഈ കട മറ്റൊരാൾക്ക് മറച്ചു വിൽക്കുന്നു. അപ്പം മറച്ചു വിറ്റപ്പോൾ എന്തായാലും ഒരു ഉപകാരം ചെയ്തു, ഞങ്ങളെ സ്റ്റാഫുകളെ മാറ്റിയില്ല. ആ എടുത്തയാൾ ഞങ്ങളെ സ്റ്റാഫുകളെ സഹിതമാണ് കടയെടുത്തത്. അങ്ങനെ ഞാനവിടെ പണി ചെയ്തു വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ അവിടുത്തെ കുക്ക് പണി നിർത്തിപ്പോയി. അപ്പം കുറേ കുക്കിൻ്റെ ജോലികൾ കുറേ ചെയ്യണം, ഹെൽപ്പറുടെ വർക്കും ചെയ്യണം. ഇത് രണ്ടും കൂടി ആയപ്പോഴേക്കും എനിക്ക് വർക്ക് ഓവറായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊരു 50 രൂപ കൂട്ടി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റത്തില്ല, നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. എന്തായാലും വീണ്ടും ഞാൻ ചോദിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ പ്രളയം വരുന്നത്. അങ്ങനെ ഓഗസ്റ്റ് മാസം 14-ാം തീയതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത തലകറക്കം. എനിക്കന്ന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇന്ന് എനിക്ക് ജോലിക്ക് വരാൻ പറ്റില്ല, കാരണം എനിക്ക് വല്ലാത്ത തലകറക്കമാണ്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അയാൾ എന്നോട് ഒരു മാനുഷിക പരിഗണനയില്ലാത്ത രീതിയിലുള്ള സംസാരിച്ചു. അപ്പം ഒരു രോഗമായിട്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റിയില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ജോലി ചെയ്യും. 7 അല്ലെങ്കിൽ 7:30 ആകുമ്പോൾ കടയിൽ ചെല്ലുന്നതാണ്. വൈകുന്നേരം 7-7:30 ആകുമ്പോഴാണ് തിരിച്ചു പോരുന്നത്. അതുവരെയും നോൺ സ്റ്റോപ്പായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അയാൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെ വിഷമം തോന്നി. പക്ഷേ എന്നിട്ട് ഇങ്ങനെയും പറഞ്ഞു, ഞങ്ങൾ വേറെ ആളെ എടുക്കും, കാരണം ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് വെള്ളം കാണാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, ഡാം തുറന്നു വിട്ടേക്കുവാണ്, അത് കാണാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞു കേട്ടോ. ഞാനതെല്ലാം കേട്ടതിന് ശേഷം എന്തായാലും എനിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് തല കറങ്ങിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്തായാലും അന്ന് പോയില്ല. അപ്പം അന്ന് വൈകുന്നേരത്തോടു കൂടി കരിമല്ലിൽ എല്ലാം മണ്ണെല്ലാം ഇടിഞ്ഞ് വീണ് മൊത്തം ബ്ലോക്കായി. അന്ന് എല്ലാ കരിമല്ലിലെ കടകളെല്ലാം ഏകദേശം അടഞ്ഞു എന്നുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു. അപ്പോഴേക്കും പിന്നെ അത് കഴിഞ്ഞ് വെച്ചിട്ട് ഈ പ്രളയത്തിന് ശേഷം ഞാൻ കടയിൽ പണിക്ക് പോകുന്നില്ല. അതെല്ലാം കഴിഞ്ഞു, അവർ വേറെ ആളെ എടുത്തു, ഞാനും പോക്ക് വേണ്ടെന്ന് വെച്ചു. എന്നോട് ചോദിച്ചു വരുന്നോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. കാരണം നമ്മളോട് അത്ര ഇതായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കത് ഒത്തിരി മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം ഞാൻ അങ്ങനെ കരിമ്പനിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്കതൊക്കെ കേട്ട് കഴിയുമ്പോൾ വല്ലാത്ത മാനസിക പ്രശ്നങ്ങൾ തോന്നിക്കുന്ന ഒരു രീതിയിലാണ് അയാൾ സംസാരിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ക്ലിക്കായി, എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ കച്ചവടം ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നേരെ കടയിൽ ചെന്നു, ഉണ്ണിയപ്പത്തിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചു, ടക്കേന്ന് ഉണ്ണിയപ്പത്തിൻ്റെ കച്ചവടം തുടങ്ങി. പതിയെ വീടുകളിൽ കൊടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഞാൻ കടകളിൽ ചെന്ന് അന്വേഷിച്ചു. ഞാനിങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്, കടകളിൽ കൊണ്ടുവന്നാൽ എടുക്കുമോ എന്ന് ചോദിച്ചു.
അപ്പോൾ അവർ പറഞ്ഞു എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു 5-6 കടകളും കിട്ടി. അപ്പം ഞാൻ രാവിലെ ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കും കടയിൽ ഉണ്ണിയപ്പം കൊടുക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് ഞാൻ ഉണ്ണിയപ്പം കൊണ്ട് വീടുകളിൽ കയറി ഇറങ്ങും. അങ്ങനെ എനിക്ക് ഒരു ചെറിയ വരുമാനം ഉണ്ടായി തുടങ്ങി. അപ്പം അതിനിടയ്ക്ക് ഞാൻ MLM-ൻ്റെ പണി ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ മോദി കെയർ എന്ന ഒരു MLM ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ സാഹചര്യത്തിൽ എനിക്ക് ആസ്മയുടെ പ്രശ്നം വന്നു. ആസ്മയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ആഴ്ചയിൽ 2 തവണ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് വണ്ടി വിളിച്ച് ആശുപത്രിയിൽ പോകണം. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വന്നപ്പോഴേക്കും ആ കാലാവസ്ഥ, അവിടെ തണുപ്പുള്ളൊരു കാലാവസ്ഥയാണല്ലോ ഹൈ റേഞ്ചിൽ. അപ്പോൾ ആ കാലാവസ്ഥ എനിക്ക് പറ്റാതായിട്ട് വന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, കുറച്ചുകൂടി ചൂടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറി താമസിച്ചാൽ ഒരു പക്ഷേ ഇത് കുറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സ്ഥലം സെലക്ട് ചെയ്താണ് ഇവിടെ കളയത്താനിയിൽ. അത് ആ വീട് കിട്ടിയത് ഞാനൊരു ബ്രോക്കർ വഴിയോ ഒന്നുമല്ല. ഞാൻ ഈ MLM ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് വന്നപ്പോൾ ഒരു വീട് ഒഴിവായി കിടക്കുന്നു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെനിക്ക് ആ വീട് തന്ന് 3000 രൂപ വാടകയിൽ ഞാനിവിടെ വന്ന് താമസം തുടങ്ങി സ്കൂളിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കലയന്താനിയിൽ എത്തിച്ചേർന്നത്. അപ്പം അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ണിയപ്പ കച്ചവടം നിന്നു. പിന്നെ ഇവിടെ വന്നു തുടങ്ങാമെന്ന് വിചാരിച്ച് എല്ലാം തട്ടിക്കൂട്ടി വന്നപ്പോഴേക്കും ഞങ്ങൾ ആ താമസിക്കാൻ വന്നിടത്ത് കൃത്യമായിട്ട് വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തൊടുപുഴയിലേക്ക് താമസം മാറി. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോഴേക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇവിടെ താമസിക്കുന്ന ആ ഒരു സമയത്താണ് എനിക്ക് കേറ്ററിങ്ങിൻ്റെ പണി കിട്ടി. അപ്പോൾ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓണറിൻ്റെ കേറ്ററിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോയി. അപ്പോൾ എനിക്ക് ആ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു, സർവീസ് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനത് കഴിഞ്ഞ് വെച്ചിട്ട് അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർ മറ്റു പലയിടത്തും ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാൻ വേറെ കേറ്ററിങ്ങിലൊക്കെ പോയി തുടങ്ങി. ഇവിടെ ജോലിയില്ലാത്തപ്പോൾ വേറെ കേറ്ററിങ്ങിൽ പോകും. അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രം എനിക്ക് അവധി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു 5-6 ഇടങ്ങളിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞു വന്നിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നീട് ഞാൻ ഗ്യാസിൻ്റെ ഇൻസ്പെക്ഷൻ്റെ വർക്കിന് പോയി. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പതുക്കെ രോഗങ്ങളൊക്കെ തലപൊക്കി തുടങ്ങി. വയ്യാത്തൊരവസ്ഥകളിലേക്കൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എന്താ തുടങ്ങുക എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് ഒരു ഓണത്തിന് കുറച്ച് പപ്പടം എടുത്ത് വിറ്റാലോ എന്നൊരു മനസ്സിലൊരു ആലോചന തോന്നി. അങ്ങനെ ഇതിൽ പപ്പട വണ്ടി വരുന്നുണ്ട്. അവരോട് ഞാൻ പപ്പടം മേടിച്ചു. ഞാൻ ഈ താഴെ ഒരു ചെറിയ ടേബിൾ ഇട്ടു, ഒരു ടീപ്പോയി ഇട്ടു, ഒരു കസാര ഇട്ടു. അവിടെ ഒരു പാത്രത്തിൽ ഇങ്ങനെ പപ്പടവും വെച്ച് ഇരുന്ന് വിറ്റു. അപ്പോൾ പപ്പട കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് തോന്നിയത്, ഈ പപ്പടം എടുത്ത് വിറ്റാൽ എനിക്ക് ഇത്ര രൂപയിലേ കിട്ടത്തുള്ളൂ. അപ്പം പിന്നെ എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടൊരു തൊഴിലുണ്ടല്ലോ, അതങ്ങോട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഉണ്ണിയപ്പ കച്ചവടത്തിലേക്ക് വീണ്ടും കാലെടുത്ത് വെച്ചത്. അപ്പോൾ കൂട്ടുകാരെ, ഇനിയും ഞാൻ പറഞ്ഞാൽ വീഡിയോ ഒത്തിരി നീണ്ടുപോകും. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി നമുക്ക് പിന്നീട് കേൾക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ തുടർന്ന് ഇതിൻ്റെ ബാക്കി വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.